ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇത് ഓഗസ്റ്റ് 15-ാം തീയതിയാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂളിലേക്ക് ഞങ്ങൾ പോകാൻ പുറപ്പെട്ടിരിക്കുകയായിരുന്നു. അവനും പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഏതായാലും സ്കൂൾ വണ്ടി വരുന്നില്ല. അപ്പോൾ അമ്മ കേട്ടോ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യണത്. അപ്പോൾ അവനതാ തൊപ്പിയും കൊടിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ സെറ്റായിട്ട് സ്കൂളിലേക്ക് പുറപ്പെട്ടു കേട്ടോ. സ്കൂളിലെത്തിയപ്പോഴത്തേക്കും ടീച്ചർമാരൊക്കെ ഏകദേശം ഒരേ കളറുള്ള ഡ്രസ്സും അതുപോലെ തന്നെ ഒരു ഗ്രീൻ കളർ ഷാളൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്ന കുട്ടികളൊക്കെ അവർ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ദേശഭക്തി ഗാനോ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സമയമായി. 9 മണിക്കാണ് നമ്മുടെ പതാക ഉയർത്തൽ. അപ്പോഴത്തേക്കും ടീച്ചർമാരെ കുട്ടികളെയൊക്കെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർക്കുള്ള തൊപ്പി ബാഡ്ജ് ഒക്കെ ടീച്ചർമാർ തന്നെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഇങ്ങനെ വൈറ്റ് ഡ്രസ്സിൽ തൊപ്പി ഇട്ടിട്ട് നിരന്ന് നിൽക്കാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലമായിട്ട് ഓർമ്മ വന്നത്. ഇതേപോലെ ഒരു പരിപാടി ഇല്ലെങ്കിൽ പോലും 2-3 മിഠായിക്ക് വേണ്ടിയിട്ട് നിരന്ന് നിന്നതും കൊടി ഉയർത്തുമ്പോഴുള്ളൊരു ആവേശമൊക്കെ എനിക്കും എൻ്റെ കുട്ടിക്കാലത്തിലേക്ക് ഞാനും ഒരുപാട് ചിന്തിച്ച് പോയി കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്കൊരു ആവേശമാണ്. അധികം ആരും വന്നിട്ടില്ല സ്കൂളിലത്തെ. എന്നാലും ഞാൻ വിചാരിച്ചത് അവൻ എന്താണ് സ്വാതന്ത്ര്യദിനം, എങ്ങനെയാണ് സ്കൂൾ ആചരിക്കുന്നത് എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ കുട്ടികളെ കൊണ്ടുവന്ന് തന്നെയല്ലേ അവർക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടാവുള്ളൂ. അപ്പോൾ അത് അവൻ്റെ ദേശഭക്തി ഗാനമാണ് കേട്ടോ. അപ്പോൾ അവനത് ആ കൂട്ടത്തിൽ പാടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു പ്രൗഡ് മൂമെൻ്റ് എന്ന് തന്നെ പറയാം കേട്ടോ. സത്യം പറഞ്ഞാൽ എല്ലാവരും തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഇന്ത്യൻ ഫ്ലാഗും പിടിച്ച് ഇങ്ങനെ പാടണ കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര സന്തോഷമായി കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് 9 മണിക്ക് തന്നെ കൊടിയൊക്കെ ഉയർത്തൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് സമയത്തിന് ചിലരൊന്നും എത്തുന്നില്ല. എങ്കിൽ പോലും അവരൊക്കെ അവരുടെ ടൈമൊക്കെ മാറ്റി വെച്ച് ഇതിനായിട്ട് വന്നല്ലോ. എന്നാലും സ്കൂളിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ പോലും ഇങ്ങനത്തെ ഇത്ര പരിപാടിക്കൊന്നും ആരും വരണില്ല കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിനൊക്കെയാണ് ആൾക്കാർ വരേണ്ടത്. എന്താണ് നമ്മുടെ ഹിസ്റ്ററി എന്താണ് എന്നൊക്കെ ഇപ്പോഴത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഇതെന്നൊക്കെ പറയുന്നത് നമ്മൾ തന്നെ നിർബന്ധിച്ച് അവർ കൊണ്ടുവരണം. അങ്ങനെ ചെയ്യുക വേണമെന്നാണ് തന്നെ എൻ്റെ ഒരു ഒപ്പീനിയൻ കേട്ടോ. അപ്പോൾ സ്കൂളിൽ പ്രതിജ്ഞയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഝാൻസി റാണിയായിട്ടും അതേപോലെ തന്നെ നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി ആയിട്ടൊക്കെ വേഷമിട്ടിട്ട് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അവർക്ക് ആ വേഷത്തിനോടുള്ള ഡെഡിക്കേഷനും ആത്മാർത്ഥതയും കണ്ടപ്പോൾ സത്യം പറഞ്ഞപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി കേട്ടോ. ഇപ്പോൾ സ്കൂളിൽ കൊടി ഉയർത്തലും മധുര വിതരണവും പ്രസംഗവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 3/4 മണിക്കൂർ, സത്യം പറഞ്ഞാൽ 3/4 മണിക്കൂറത്തെ പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. എന്ത് തിരക്കാണെങ്കിലും അതൊക്കെ മാറ്റി വെച്ച് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെയൊക്കെ പരിപാടിക്ക് നമ്മൾ തീർച്ചയായിട്ടും പങ്കെടുക്കണം തന്നെയാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടിയിട്ട് നേടിയെടുത്തു തന്ന സ്വാതന്ത്ര്യം അത് എന്താണെന്ന് വരും തലമുറയ്ക്കും ഇപ്പോഴുള്ള തലമുറയ്ക്കും നമ്മൾ തീർച്ചയായിട്ടും പകർന്നു കൊടുക്കാനും നമ്മൾ ശ്രമിക്കണം. അങ്ങനെ ടീച്ചർമാർ മിഠായി വിതരണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ലഡു ഉണ്ടായിരുന്നില്ല. ലഡു പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ പോയത്. എനിക്കല്ല, രസമാണല്ലോ. ഞങ്ങളൊക്കെ അങ്ങനെ മിഠായി വിതരണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വളരെ നേരത്തെ തന്നെ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.